ആഫ്രിക്കൻ മണ്ണിൽ പടിഞ്ഞാറൻ ശക്തികളെ പുറത്താക്കി കരുത്തുകാട്ടിയ റഷ്യൻ പടക്ക് വൻ തിരിച്ചടി നേരിട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും പുതിയ ലോകവാർത്ത. വടക്കൻ മാലിയിലെ തന്ത്രപ്രധാന നഗരമായ കിദാലിൽ നിന്നും വിമതരുടെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സൈനിക വാഹനങ്ങളിൽ വെള്ളക്കൊടി വീശി റഷ്യൻ സേന പിന്മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആഫ്രിക്കയിലെ മാലിയിലെ മണലാരണ്യത്തിൽ റഷ്യക്ക് സംഭവിച്ചത്? റഷ്യയുടെ ആഫ്രിക്ക കോർപ്സ് എങ്ങനെയാണ് പരാജയപ്പെട്ടത്? നമുക്ക് നോക്കാം. ആഫ്രിക്കൻ രാജ്യമായ മാലിയുടെ നിയന്ത്രണം ഏറെക്കാലമായി അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും കൈകളിലായിരുന്നു. മാലിയുടെ സ്വർണ്ണഖനികളിൽ കണ്ണുവെച്ച പാശ്ചാത്യ ഇടപെടലുകൾ ആ നാടിന് ദുരിതം മാത്രം തീർത്തപ്പോൾ അവർ റഷ്യയുടെ സഹായം അഭ്യർത്ഥിച്ചു. കൂടാതെ ഐസിസ്, അൽ ഖ്വയ്ദ തുടങ്ങിയ ഭീകരവാദ സംഘടനകളെ അടിച്ചമർത്താൻ ഫ്രാൻസിന് കഴിയുന്നില്ലെന്ന ആരോപണവും മാലിയിലെ സൈനിക ഭരണകൂടം റഷ്യയുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഇതേ തുടർന്നാണ് 2021 മാലിയിലെ സൈനിക ഭരണകൂടം റഷ്യൻ സഹായം തേടുന്നതും തുടർന്ന് മാലിയിലെ സർക്കാർ സേനക്കൊപ്പം റഷ്യ സൈനികമായി മാലിയിൽ ഇടപെടലുകൾ നടത്തി വന്നതും. റഷ്യൻ സേന മാലിയിൽ ഇറങ്ങിയതും റഷ്യൻ പതാകകൾ കൈകളിലേന്തി മാലിക്കാർ ആനന്ദ നൃത്തം ചവിട്ടിയതൊക്കെ വലിയ വാർത്തയായിരുന്നു. ആദ്യം വാഗ്നർ ഗ്രൂപ്പും പിന്നീട് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം നേരിട്ട് നിയന്ത്രിക്കുന്ന ആഫ്രിക്ക കോർപ്സും മാലിയിൽ അധികാരം ഉറപ്പിക്കുകയും ഭരണം നടത്താൻ സർക്കാരിനെ സഹായിക്കുകയും ചെയ്തു. ഇതോടെ 2022 ഫ്രാൻസ് മാലി വിട്ടുപോയി. മാലിയിലെ സ്വർണ്ണഖനികളും കമ്പനികളും റഷ്യയുടെ കൈകളിലേക്ക് വന്നു. സോവിയറ്റ് റഷ്യയുടെ കാലത്ത് മാത്രമുണ്ടായിരുന്ന സാമ്രാജ്യത്വ അധീശപ്പെടുത്തലിലേക്ക് റഷ്യ കൂടി കടന്നു വരുന്ന രംഗം പാശ്ചാത്യ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തി. വടക്കൻ മാലിയുടെ ആസ്ഥാനമായി അറിയപ്പെടുന്ന നഗരമാണ് കിദാൽ. വർഷങ്ങളായി ടുവാരഗ് വിമതരുടെ ശക്തി കേന്ദ്രമായിരുന്നു ഇത്. എന്നാൽ 2023 റഷ്യൻ സേനയുടെ സഹായത്തോടെ മാലി സൈന്യം ഇത് പിടിച്ചെടുത്തിരുന്നു. അത് റഷ്യയുടെ വലിയ വിജയമായിട്ടാണ് അന്ന് ലോകം മുഴുവൻ വിലയിരുത്തപ്പെട്ടത്. റഷ്യൻ സൈന്യത്തെ ലക്ഷ്യമിട്ട് അമേരിക്കയുടെയും പാശ്ചാത്യ കക്ഷികളുടെയും സഹായത്തോടെ ടുവാരഗ് വിമതരുടെ കൂട്ടായ്മയായ അസവാദ് ലിബറേഷൻ ഫ്രണ്ട് FLA കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അതിശക്തമായ ആക്രമണമാണ് റഷ്യക്ക് നേരെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. മിന്നലാക്രമണങ്ങളും ഗറില്ല ആക്രമണങ്ങളും പതിവായി. ഇതേ തുടർന്ന് റഷ്യക്ക് അധിക കാലം ഈ മേഖലയിൽ അധിപരായി തുടരാൻ കഴിഞ്ഞില്ല. മാലിയുടെ ഉൾപ്രദേശങ്ങളിലെ ഗറില്ല യുദ്ധമുറകളെ പ്രതിരോധിക്കാൻ സാധിക്കാതിരുന്നത് മാത്രമല്ല റഷ്യയുടെ ഈ പിന്മാറ്റത്തിന് കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉക്രൈനിലെ മഞ്ഞുവീഴ്ചയിൽ യുദ്ധം ചെയ്ത് പരിശീലിച്ച ശീലമുള്ള റഷ്യൻ സൈനികർക്ക് സഹാറയിലെ ചുട്ടുപൊള്ളുന്ന മണലാരണ്യം വലിയ വെല്ലുവിളിയായി. കൊടും ചൂടും പൊടിക്കാറ്റും വെല്ലുവിളി ഉയർത്തി. സ്വന്തം അതിർത്തിയിൽ യുദ്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്നതിനിടെ ആഫ്രിക്കയിൽ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ റഷ്യക്ക് കഴിയാതെ പോയതും ഇതോടൊപ്പം തിരിച്ചടിയായി. ടുവാരഗ് വിമതർ കൂടുതൽ സംഘടിതരായതും അത്യാധുനിക ഡ്രോണുകൾ ഉപയോഗിക്കുന്നതും റഷ്യൻ പടയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. റഷ്യയുടെ അത്യാധുനിക ആയുധങ്ങൾക്കും പരിശീലനം ലഭിച്ച സൈനികർക്കും മാലിയുടെ മണലാരണ്യത്തിലെ ഈ ഗറില്ല യുദ്ധമുറകൾ പയറ്റുന്ന വിമതരെ തടയാനായില്ല എന്നതും റഷ്യക്ക് വലിയ നാണക്കേടും പരാജയവും ഉണ്ടാക്കി. ഇതിനെല്ലാം ഒടുവിലാണ് റഷ്യൻ സൈന്യം മാലിയിൽ നിന്ന് പിന്മാറ്റത്തിന് സന്നദ്ധരാക്കുന്നത്. ഇതിനായി വിമതരുമായി ഒരു ധാരണയുണ്ടാക്കുകയും തുടർന്ന് റഷ്യൻ സൈനിക കവചിത വാഹനങ്ങളിൽ സമാധാനത്തിന്റെ വെള്ളക്കൊടി ഉയർത്തിക്കെട്ടി ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടിക്കൊണ്ടാണ് റഷ്യ ഇപ്പോൾ മാലിയിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളായ അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി, പോർച്ചുഗൽ തുടങ്ങിയ രാഷ്ട്രങ്ങൾക്ക് ഉണ്ടായിരുന്ന മേധാവിത്വത്തിൽ നിന്നും റഷ്യൻ സഹായം അഭ്യർത്ഥിച്ചാണ് ആഫ്രിക്കൻ രാജ്യങ്ങൾ വർത്തമാനകാലത്ത് നിലനിൽപ്പിന് ശ്രമിച്ചത്. ഇതേ തുടർന്ന് പല പാശ്ചാത്യ രാജ്യങ്ങളെയും അവർ പുറത്താക്കുകയും പകരം റഷ്യയെ അവർ സ്വീകരിക്കുകയും ചെയ്തു. അത്തരത്തിൽ മാലി, ബുർക്കിന ഫാസോ, നൈജർ ഈ 3 രാഷ്ട്രങ്ങൾ ചേർന്ന് ഒരു പ്രത്യേക അലയൻസ് ഓഫ് സഹേൽ സ്റ്റേറ്റ്സ് രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയും ഒക്കെയായിരുന്നു. മാത്രവുമല്ല സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് CAR ഇവിടെ റഷ്യക്ക് വളരെ ശക്തമായ സൈനിക സാമ്പത്തിക നിയന്ത്രണമുണ്ട്. ഒപ്പം ലിബിയയുടെ കിഴക്കൻ ഭാഗം നിയന്ത്രിക്കുന്ന ഖലീഫ ഹഫ്താറിനെയും റഷ്യയാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തിലും റഷ്യയുടെ സ്വാധീനം വളരെ പ്രകടമാണ്. ഇത്തരത്തിൽ റഷ്യൻ കടന്നുവരവോടെ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും പുതിയ ലോകക്രമത്തോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുകയും സാമ്രാജ്യത്വത്തിനെതിരെ ശക്തമായ പോരാട്ടങ്ങൾ നയിക്കുകയും ഒക്കെ ചെയ്തു വരുന്നതിനിടെയാണ് റഷ്യയുടെ ഈ പിന്മാറ്റം എന്നത് ശ്രദ്ധേയമാവുകയാണ്. ഇതിനെല്ലാം ഇടയിൽ റഷ്യ പിന്മാറുന്നത് മറ്റൊരു അർത്ഥത്തിൽ
റഷ്യയുടെ സ്വാധീനം കുറക്കുന്ന ഒന്നുകൂടിയായി ലോകം വിലയിരുത്തുകയാണ്. ആഫ്രിക്കയിൽ ഫ്രാൻസിനെയും അമേരിക്കയും പുറത്താക്കി തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ വന്ന റഷ്യക്ക് വലിയ പ്രഹരം തന്നെയാണിത്. റഷ്യൻ സേനയ്ക്കും പരാജയങ്ങൾ സംഭവിക്കാം എന്ന സന്ദേശം ഇത് മറ്റു രാജ്യങ്ങൾക്ക് നൽകുന്നു. റഷ്യയുടെ ആഗോള സൈനിക കരുത്തിനെ മങ്ങലേൽപ്പിക്കുന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലും വലിയ ചർച്ചയാവുകയാണ്. മാലിയിലെ സൈനിക ഭരണകൂടത്തിന് ഇനി തങ്ങളുടെ അധികാരം നിലനിർത്താൻ റഷ്യയെ മാത്രം വിശ്വസിക്കാനാവില്ല എന്ന അവസ്ഥ വന്നിരിക്കുന്നു. ഉക്രൈൻ യുദ്ധത്തിനിടയിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലും തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കാൻ ശ്രമിച്ച പുടിന് കിദാലിലെ ഈ പരാജയം വലിയ തിരിച്ചടിയാണ്. ഇതിലൂടെ വടക്കൻ മാലിയിലെ നിയന്ത്രണം വീണ്ടും വിമതരുടെ കൈകളിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. അതേസമയം അമേരിക്ക റഷ്യയുടെ ഈ നീക്കത്തെ തന്ത്രപരം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം ഉക്രൈനിൽ മാത്രം തളക്കപ്പെട്ടിരുന്ന റഷ്യ മാലിയിൽ കൂടി തളക്കപ്പെടുന്നതോടെ ലോകരാഷ്ട്രീയത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ കഴിയാതെ വരികയും കൂടുതൽ സൈനികമായ പ്രതിരോധത്തിലും അതോടൊപ്പം തന്നെ സൈനികമായ ശ്രദ്ധയിലും അവർ നിലയുറപ്പിച്ചിരുന്നു. എന്നാൽ മാലിയിൽ നിന്ന് വലിയ ഒരു സംഘം പിൻവാങ്ങുന്നതോടെ അവർക്ക് സൈനികമായി കരുത്താർജിക്കാനും ശ്രദ്ധ പുലർത്താനും റഷ്യക്ക് കഴിയും എന്നതാണിത്. ഇത് റഷ്യയുടെ മാലിയിലെ താൽക്കാലിക പരാജയത്തെക്കാൾ തങ്ങൾക്ക് അപകടമാണ് എന്നാണ് അമേരിക്കയും തിരിച്ചറിയുന്നത്. മറ്റൊരു കാര്യം, പാശ്ചാത്യ ശക്തികളുടെ അധീനപ്പെടുത്തൽ രാഷ്ട്രീയത്തിന് ഇനി ആഫ്രിക്ക വേദിയാവില്ല, അതിന് നിന്നുകൊടുക്കില്ല എന്ന ആഫ്രിക്കയിലെ വിമതരോ അല്ലെങ്കിൽ സർക്കാരുകൾക്കെതിരായ പോരാട്ടം നടത്തുന്നവരോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അധീനപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ പോരാടുന്ന സംഘടനകളോ ഒക്കെ പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. അത് റഷ്യ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളാണെങ്കിലും ഇനി തങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ വിഭവങ്ങൾ കൊള്ളയടിക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് റഷ്യയുടെ ഈ പിന്മാറ്റം സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് റഷ്യയൊക്കെ പിന്മാറുന്നതോടുകൂടി അവിടെ ഉടലെടുക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. അതിനെ ഗൗരവമായി കാണേണ്ടതുണ്ട്. നിലവിൽ അവിടെ IS പോലെ അത് തദ്ദേശീയമായിട്ടുള്ള മറ്റു പല ഭീകര ഗ്രൂപ്പുകൾ പോലെ ഇവയെല്ലാം പല തരത്തിൽ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ഒരു താൽക്കാലിക വിരാമം ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ചില സൈനിക ഇടപെടലുകളും രാഷ്ട്രങ്ങളുടെ ചില ഇടപെടലുകളും ഒക്കെയാണ്. ഇത്തരത്തിൽ ഇവരൊക്കെ അവിടെ നിന്ന് പിന്മാറുമ്പോൾ ഇത്തരം ഗ്രൂപ്പുകൾ അവിടെ കൂടുതൽ സജീവമാവുകയും ജനജീവിതത്തെ കൂടുതൽ ദുസ്സഹമാവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നൈജീരിയയിലും ഉഗാണ്ടയിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അത്തരം ചില കാഴ്ചകളാണ്. അതൊക്കെ ഇനി കടന്നു വരുമോ, അത് അവിടുത്തെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിനെ തടസ്സപ്പെടുത്തുന്നതാകുമോ എന്നതിനൊക്കെ ഗൗരവമായി കാണേണ്ട ഒന്നാണ്. Waytonikah.com, the exclusive Muslim matrimonial site.